പ്രൈസ് ലോർഡ്. കർത്താവിന്റെ Praise the അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. praise the Lord. രാത്രിയും പകലുമൊന്നില്ലാതെ കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ പ്രാർത്ഥനയോടെ പാട്ടോടെ സ്തുതികളോടെ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ അങ്ങളെ പേരൊന്ന് John Isaac. ജോൺ ഐസക് പാഷക്കായി പ്രിയ പിതാവിനായി അമ്മാമയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവദാസന്മാരായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജെയിംസ് എം പാപ്പി, ഹൈദരാബാദിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റർ ബിനോയ്, മറ്റു ദൈവദാസന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Pastor Francis is also with us. പാസ്റ്റർ ഫ്രാൻസിസ് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. നല്ല ഗാനങ്ങളെ ആലപിച്ച, മനോഹരമായ ഗാനങ്ങളെ ആലപിച്ച പ്രിയ ഫേമസ് സിസ്റ്റർ കുടുംബത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ തവണ നിങ്ങളുടെ പാട്ട് കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. സോ ഞാൻ ലേറ്റായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. സ്തോത്രം. ഇന്ന് വളരെ മനോഹരമായ പാട്ടുകൾ കേൾക്കുവാൻ, ആസ്വദിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അടിയനും ദൈവം ബലം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന സമയത്ത് തക്കത്തിൽ ഉപയോഗിക്കാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. സ്തോത്രം. ഇപ്പോഴിപ്പം യുഎസിൽ ടൈം 8 മണിയായി. സ്തോത്രം. കേവലം 4 മണിക്കൂർ മാത്രമേ ഇനി എൻ്റെ മുൻപിൽ വിശ്രമിപ്പാനുള്ളൂ. ഏർലി മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്ര. സോ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. എൻ്റെ പേര് നിങ്ങൾ കണ്ടുവല്ലോ. സ്തോത്രം. ഞങ്ങൾ കുടുംബമായിട്ട് കേൾക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ? ഞങ്ങളുടെ കുടുംബമായി സ്തോത്രം ഇവിടെ ഡാളസ് പട്ടണത്തിലെ ഗാർലൻഡിലെ സിറ്റിയിൽ ഞങ്ങൾ പാർക്കുന്നു. സ്തോത്രം. വൈഫിന്റെ പേര് ശാന്തി, മകൻ ജോനാഥാൻ, മകൾ ഗ്ലാഡീസ്. ഞങ്ങൾ കർത്താവിന്റെ വയൽ പ്രദേശത്ത് ദീർഘനാളുകൾ ഏകദേശം സ്തോത്രം ഞാൻ പേഴ്സണലായിട്ട് വിവാഹത്തിന് മുൻപ് ഏകദേശം 6 വർഷം, ടോട്ടലി 22 വർഷം കർത്താവിന്റെ വയൽ പ്രദേശത്തായിരുന്നു നാട്ടില്. സ്തോത്ര. പേരൻസ് ഇവിടെ ഉണ്ട്, സിബ്ലിങ്സ് ഇവിടെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ഫയൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. ഇവിടെ വന്നിട്ട് 3 വർഷമാകുന്നു. കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. അനേകർ ഇവിടെ കടന്നു വന്ന് ജീവിത സന്ധാരണത്തിനായി ലൈഫിന് സസ്റ്റെയിൻ ചെയ്യുവാൻ ജോലിക്ക് വേണ്ടി പരക്കം പറയുമ്പോൾ കടന്നു വന്ന ഉടനെ കർത്താവ് എനിക്ക് ജോലി നൽകി. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എനിക്ക് കർത്താവ് ജോലി നൽകി. നാട്ടിൽ ഫുൾ ടൈം മിനിസ്ട്രി ആയിരുന്നു. സോ അതുകൊണ്ട് എന്ത് എക്സ്പീരിയൻസാ കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ആകെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന 1 വർഷം ബാംഗ്ലൂരിലെ സ്തോത്രം ക്വാളിറ്റി കൺട്രോളായിട്ട് ജോലി ചെയ്തു. അത് മാത്രമേ ഉള്ളായിരുന്നു. അതും എനിക്ക് കൈവിട്ട് പോയ വിഷയമായിരുന്നു. പല എക്സ്പീരിയൻസ് ചോദിച്ചെങ്കിലും ഞാൻ എഴുതി കൊടുത്ത എക്സ്പീരിയൻസ് ക്ലർജിയാണ്. മീൻസ് ഞാൻ 22 വർഷം കർത്താവിന്റെ വയൽ പ്രദേശത്തായിരുന്നു. ഞാനൊരു പാസ്റ്റർ എന്ന എക്സ്പീരിയൻസ് ആണ് എഴുതി കൊടുത്തത്. എനിവേ അവര് എന്നെ എടുത്തു. സ്തോത്രം. 3 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആരാധനയ്ക്ക് പോകുവാൻ സാധിക്കാതെ ഉള്ള വീക്കെൻഡ് വർക്കുകളാണ്. അങ്കിളിന് അറിയാമല്ലോ, ഐസക് അറിയാമല്ലോ. പലപ്പോൾ ഇവിടെ വീക്കെൻഡ് ഇവിടെ ചോദിക്കുന്നതുകൊണ്ട് എഴുതി കൊടുക്കേണ്ടി വന്നു. സോ ആരാധനയ്ക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാകുന്നു. സ്തോത്രം. റാണി സിസ്റ്ററുടെ മകന്റെ വിഷയം കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ആന്റി, ആ സഹോദരി എനിക്കൊന്ന് വിളിക്കണം, എനിക്കൊരു ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടായി. ഞാൻ ഒന്ന് വിളിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണ് 3 ആഴ്ച മുമ്പ് വിളിച്ചു. പക്ഷെ അന്ന് സന്തോഷമായി ഇരിക്കുന്നു എന്നാണ് കേട്ടത്. 4 ദിവസം മുൻപ് വിളിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഈ ജോലി കഴിഞ്ഞ് വരുന്ന ടൈം ഒരു വല്ലാത്ത സമയം ആയതുകൊണ്ടും അവിടെ അർദ്ധരാത്രി ആയതുകൊണ്ട് എങ്ങനെ വിളിക്കണം എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു. സ്തോത്രം. എനിക്കിപ്പോൾ അതിൽ റിഗ്രറ്റ് തോന്നുന്നു. സ്തോത്രം. വിളിക്കേണ്ടേ ആയിരുന്നു. വിളിച്ചിരുന്നെങ്കിൽ കർത്താവ് ഒഴിപ്പിച്ച് മാറ്റിയേനെ. സ്തോത്രം. വലിയ റിഗ്രറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു. സ്തോത്രം. പലപ്പോഴും നമുക്കറിയില്ല, ക്ഷീണം കാരണം നമ്മളങ്ങ് പിന്നെ ഈ നാട്ടിലെ ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ പലപ്പോഴും വിളിക്കാത്തത്. സ്തോത്രം. പിന്നീട് ഞാൻ വിളിച്ചോളാം. നമുക്ക് ആ പ്രിയ ആന്റിക്ക് വേണ്ടി
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമാറാകട്ടെ. സമയഭേദമന്യേ, പ്രായഭേദമന്യേ ഇന്ന് ഈ ടൈമിൽ ഞാൻ രാത്രിയും പകലെന്നൊക്കെ മാറ്റി മാറ്റി പറയുകയാണ്. ഈ ടൈം സോണുകളിൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ കൂട്ടായ്മയിലെ വചന ധ്യാനത്തിനായിട്ട് 2 ശമൂവേൽ 9-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ശമൂവേൽ 2 chapter 9 verse 1. 2 ശമൂവേൽ 9:1. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. 11-ാം വാക്യം. രാജാവായ ജയമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫിബോശത്ത് രാജാക്കന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സമയഭേദമന്യേ ഞങ്ങളുടെ പാദപ്പെട്ട നിങ്ങൾ വന്നിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവിന്റെ കൂടെ നിന്ന്, കർത്താവ് കരയുന്നവരുടെയും വിലപിക്കുന്നവരുടെയും ആമേൻ സ്തോത്ര കഷ്ടം അനുഭവിക്കുന്നവരുടെയും കൂടെ നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി പരിശ്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദാസനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്റെ പ്രാർത്ഥനയ്ക്ക്, ഈ പ്രയത്നങ്ങൾക്ക് ഈ ദിവസം വലിയ മറുപടി കാണുവാൻ സഹായിക്കണമേ. ശുശ്രൂഷകൾക്കായി അടിയനെ ബലപ്പെടുത്തണം. നല്ല അന്തരീക്ഷത്തെ നൽകണം. സിസ്റ്റത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രൈസ് ലോർഡ്. പങ്കെടുക്കുന്നവർക്കും പങ്കെടുക്കാത്തവർക്കും ഒരുപോലെ ഇതൊരു വിടുതലിന് കാരണമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനെ ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവിന്റെ ദയ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ദയ ദൈവ മനുഷ്യരുടെ മേൽ നിറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോസസ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. സ്തോത്രം. ദാവീദ് അവൻ സ്ഥിരപ്പെട്ടു, രാജത്വത്തിൽ സ്ഥിരപ്പെട്ടു. ദൈവം വലിയ സ്വസ്ഥത കൊടുത്തു. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരാം. സ്തോത്രം. ആ ടൈമില് ആ സമയത്ത് ദാവീദിൽ നിന്ന് വന്ന ഒരു വാക്കാണ്, അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു അന്വേഷണം വരികയാണ്. സ്തോത്രം. നമ്മൾ കരുതും ഇനി രക്ഷപ്പെടാൻ ആരും ഇല്ല. ലോകത്തിന്റെ കണക്കില് ആ കുടുംബത്തിന് സംഭവിച്ച, ശൗലിന്റെ കുടുംബത്തിൽ സംഭവിച്ച, അല്ലെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് യോനാഥാന്റെ കുടുംബം എന്നാണ്. സ്തോത്രം. ശൗലിന്റെ യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തിൽ, ആ കുടുംബത്തിന് സംഭവിച്ച, ശൗലിന്റെ കുടുംബത്തിന് സംഭവിച്ച ട്രാജഡി നിമിത്തം അന്നുള്ളവർ ചിന്തിച്ചത് ഇനി ആരും ശേഷിച്ചിരിക്കുന്നില്ല. സ്തോത്രം. ആ കുടുംബത്തിൽ ഇനി ആരും ഇല്ല. ഇത് ഏത് കുടുംബത്തെയാണ്, ഏത് വ്യക്തിക്കാണ് ഇന്നത്തെ വചനം വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ. ഒരു ഇൻസൈറ്റ് ഉണ്ടാകാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വചനത്തിനൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടിനകത്തൂടെ ഒരു പ്രവചനം വരുവാൻ, ആ പ്രവചനത്തിലൂടെ രോഗശാന്തി ശുശ്രൂഷ ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എല്ലാ സൂം മീറ്റിങ്ങിനും പറയാറുള്ള വിഷയമുണ്ട്. നമ്മളെല്ലാം അൺമ്യൂട്ടാണ്. ഞാനും സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ഞാനും അൺമ്യൂട്ട് ചെയ്തായിരിക്കുന്നത്. പക്ഷേ ഞാൻ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ദൈവമേ, ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ കൂടി എൻ്റെ ഭവനത്തിനൊരു വിടുതൽ, എൻ്റെ ശരീരത്തിനൊരു വിടുതൽ, എൻ്റെ ഭാവിക്കൊരു വിടുതൽ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ദൈവമേ, അങ്ങയുടെ ദാസനെ ശുശ്രൂഷ ശക്തീകരിക്കണമേ. ദാസനാണെങ്കിലും ദാസിയാണെങ്കിലും ശുശ്രൂഷക്കാരാരുമായിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവരുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. 2 ശുശ്രൂഷകന്മാരെ തേജസ് കൊണ്ട് മറയ്ക്കണമേ. അടുത്തത് ശുശ്രൂഷകന്മാരെ യേശുവെ ഞങ്ങളുടെ രക്തം കൊണ്ട് മറയ്ക്കണമേ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു
പവർ പോയിന്റ് ആയിട്ട് തരികയാണ് കേട്ടോ. ശുശ്രൂഷകന്മാർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് അവർക്ക് ചുറ്റിനും ഒരു വലിയൊരു കവറിങ് ഉണ്ടാകണം. സ്തോത്രം. പലപ്പോഴും ശുശ്രൂഷകന്മാർ തകർന്നു പോകുന്നത് സ്തോത്രം സഹായിപ്പാൻ ദൈവമുണ്ട്, അത് ഏറ്റവും ശക്തമായ വിഷയം. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സർക്കിൾ ഇല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ തകർന്നു പോകും. സ്തോത്രം. നമ്മളെല്ലാം പ്രവചനം കേൾക്കുവാൻ, നമ്മളെല്ലാം ദൂത് കേൾക്കുവാൻ, ശുശ്രൂഷ അനുഭവിപ്പാൻ. പക്ഷെ ഓർക്കുക, സ്തോത്രം, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നാം ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ നാട്ടിൽ കർത്താവിനെ ആക്കിയിരുന്ന സമയത്ത് 5 ചർച്ചുകളിൽ ഇരിക്കുവാൻ കർത്താവ് സഹായിച്ചു. 5 ചർച്ചുകളിലും വിശ്വാസികളെ ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ കാര്യം, സ്തോത്രം, പ്രാർത്ഥനയുടെ ഒരു വലയം. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ വലയം ഉണ്ടായപ്പോൾ ശുശ്രൂഷകൾ ശക്തിപ്പെട്ടു. നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലെ കുറവ് പറഞ്ഞ് നടക്കുവാനല്ല. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സഭയിലെ പാസ്റ്റർക്ക് വചനം സംസാരിപ്പാൻ അറിയത്തില്ലായിരിക്കാം, അധികം പ്രാവീണ്യമില്ലായിരിക്കാം, പ്രവചനം പറയുവാൻ വരമില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ പരിപാലിപ്പാൻ വേണ്ടിയാണ് കർത്താവ് തന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരെ ഉപയോഗിക്കും. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ ശുശ്രൂഷകൾ സ്തോത്രം വളരെ 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 മഹത്വമുള്ള ശുശ്രൂഷകളായി തീരും. സ്തോത്രം. നിങ്ങൾ വിളിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അപ്പുറമായി ശുശ്രൂഷിച്ച് ഈ പ്രയർ ലൈൻ ഒരു ശക്തമായ ശുശ്രൂഷയുടെ പ്രയർ ലൈനായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നോക്കുക, സ്തോത്രം. ഇവിടെ ദാവീദ് ചോദിക്കുകയാണ്, സ്തോത്രം. ആ ചോദ്യത്തിന്റെ കാര്യം, ലോകം പറഞ്ഞു ഇനിയും എൻ്റെ ആ കുടുംബത്തിൽ ആരും ശേഷിച്ചിരിക്കുന്നില്ല, എല്ലാവരും പട്ടുപോയി, ദയ കാണിപ്പാൻ ആരുമില്ല, അവിടെ ഇനി നന്നാകാൻ ആരുമില്ല, അവിടെ ഇനിയും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഇനിയും ആരും നന്നാകത്തക്ക രീതിയിൽ ആരും ശേഷിച്ചിരിക്കുന്നില്ല. സ്തോത്രം. ശൗല് പട്ടുപോയി, ജോനാഥാൻ പട്ടുപോയി, പിന്നെ ഈ മെഫിബോശത്തിനെ കുറിച്ച് ആരും പറഞ്ഞ് കേൾക്കുന്നില്ല. സ്തോത്രം. നമുക്ക് അറിവ് കിട്ടിയത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അന്നത്തെ ആൾക്കാര് അപ്പനും പട്ടുപോയി, മോനും പട്ടുപോയി, അടുത്ത ജനറേഷനെ കുറിച്ച് കേട്ടുകേൾവിയില്ല. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നെക്സ്റ്റ് ജനറേഷൻ എവിടെയോ സ്തോത്രം അനുഗ്രഹിക്കപ്പെടാതെ. സ്തോത്രം. ഞാൻ ആ ഒരു ടോപ്പിക്കല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനിത് ധ്യാനിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞ് ധ്യാനിക്കുന്ന പറഞ്ഞപ്പോൾ ഈ അടുത്ത തലമുറയെ കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ലോകം കരുതിയത് അപ്പനും പോയി, മോനും പോയി, കൊച്ചുമകൻ എന്തിയെ. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ എൻ്റെ മുൻപ് അനേക പേരൻസ് ഇരിപ്പുണ്ട്. അപ്പൻ പോയി, മോൻ പോയി, കൊച്ചുമകനെ കുറിച്ച് അറിവില്ല. സ്തോത്രം. അടുത്ത തലമുറ എവിടെയാണ് ആർക്കും അറിയത്തില്ല. അനുഗ്രഹിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ, അനുഗ്രഹിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ, വർദ്ധിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ, നന്മ പ്രാപിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ഉൾത്തിരിക്കുക. സ്തോത്രം. നമുക്ക് അവിടേക്കാ പോകേണ്ടത്. സ്തോത്രം. എവിടെയാണെന്ന് അറിയാമോ? സ്തോത്രം. 2 ശമൂവേൽ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തായിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രയേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തും കൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഫിബോശത്ത് എന്ന് പേർ. കണ്ടോ? സ്തോത്രം. നോക്കുക, വല്യപ്പച്ചൻ കൊല്ലപ്പെട്ടു, മകനും കൊല്ലപ്പെട്ടു, കൊച്ചുമകൻ മുടന്തനായി. ചെവി തുറന്ന് കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഇതിനപ്പുറത്തേക്കൊരു ദൂത് ഇനിയും കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്തോത്രം. ഒന്നിന് പറയാം, അപ്പച്ചൻ മരിച്ചുപോയി, പപ്പായും മരിച്ചുപോയി,
മകൻ മുടന്തനായിട്ടിരിക്കുക. നോബഡി നോസ് വേർ, അവൻ എവിടാന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ എവിടാണെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. വായിച്ച് സഹായിക്കാമോ? 2 ശമൂവേൽ 9:4. അവർ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബോരിൽ അമ്മിയേലിന്റെ മകനായ മാക്കീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ലോദേബാരിൽ അമ്മിയേലിന്റെ രാജകൊട്ടാരത്തിൽ വളരേണ്ടുന്നവൻ, രാജകൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ വളരേണ്ടുന്നവൻ. സ്തോത്രം. മുടന്തനായി, അവന് വിദ്യാഭ്യാസം കിട്ടിയോന്ന് അറിയത്തില്ല, പഠിച്ചിട്ട് രക്ഷപ്പെട്ടോന്ന് അറിയത്തില്ല, എവിടെ പോയി പാർക്കുന്നു. അവിടെ വ്യക്തമായി പറയുന്നത് ലോ ദേ ബാരിൽ. എവിടെയാണ്? ലോ ദേ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം പോ ഡങ്ക് എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ കണ്ടത്. പോ ഡങ്ക്. അടുത്തത് നോ പാസ്റ്റേഴ്സ്. ഒരു എന്താ പറയാ, വരൾച്ചയുള്ള സ്ഥലത്ത്, നീരുറവയില്ലാത്ത സ്ഥലത്ത്, പച്ചയായ പുൽപ്പുറങ്ങളില്ലാത്ത സ്ഥലത്ത് ആരിപ്പോൾ പാർക്കുക? മെഫിബോശത്ത് പാർക്കുക. ഇന്ന് വിശ്വസിക്കുക, ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാ. എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ ചൊല്ലി വിഷമിക്കുന്ന, തലമുറകളെ ചൊല്ലി വിഷമിക്കുന്ന പേരൻസ് ഇന്ന് രാത്രി അത് വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീരുറവില്ലാത്തടത്ത്, ആരാലും അറിയപ്പെടാതെ, ആരാലും മാനിക്കപ്പെടാതെ, സ്തോത്രം, ഇനിയും നടക്കാൻ പറ്റത്തില്ലെന്ന് കരുതി, ഇനി നടക്കുവാൻ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമായി ഇരിക്കുന്ന അടുത്ത തലമുറ. എവിടെ വായിക്കുന്നു? നോ പാസ്റ്റേഴ്സ്. അവിടെ പച്ചയായ പുൽപ്പുറങ്ങളില്ല, നീരുറവകളില്ല, പ്രതീക്ഷയില്ലാത്ത ഒരു ലോ ദേ ബാരിൽ. സ്തോത്രം. പ്രൈസ് ഗോഡ്. രാജകൊട്ടാരത്തിൽ കഴിയേണ്ടുന്നവൻ ലോദേബാരിൽ, രാജകൊട്ടാരത്തിൽ കഴിയേണ്ടുന്നവൻ മാഖീരിന്റെ വീട്ടിൽ നിൽക്കുകയാ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത്രയും ഒരു ഹിസ്റ്ററി, ഇത്രയും ഒരു അറിവ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇനിയും ദാവീദ് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം വായിക്കാം. 7:1. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്തെ ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ഗോഡ്. ദൈവം ദാവീദിന് എന്ത് കൊടുത്തു? യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം. എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു സ്വസ്ഥതയ്ക്ക്? ചിലർ യുദ്ധം ചെയ്ത് എന്നും ഒരു യുദ്ധം കഴിയുമ്പോൾ അടുത്തത്, ഒന്നിൽ ജയിച്ചു കഴിയുമ്പോൾ പിന്നെയും ഇതുവരെ ജയം നൽകിയ ദൈവം ഇന്ന് രാത്രികാലം പറയുന്നു, ആമേൻ, പ്രൈസ്, സകല ശത്രുക്കളെയും അടക്കി, സകല ശത്രുക്കളെ അടക്കി. സ്തോത്രം. ആമേൻ. അഭിഷേകമുണ്ടോ? യുദ്ധമുണ്ട് കേട്ടോ. പ്രൈസ് ലോർഡ്. എല്ലാവരും പറഞ്ഞേ, അഭിഷേകമുണ്ടോ? യുദ്ധമുണ്ട്. സ്തോത്രം. പക്ഷേ ഈ യുദ്ധം ഇന്ന് ആർക്കും ജയിക്കാൻ പറ്റുന്നില്ല. ആമേൻ. ജയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പ്രൈസ് ഗോഡ്, എന്നോട് ക്ഷമിക്കണം, ദൈവമക്കൾക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കള്ളപ്രവാചകന്മാർ കൂടുന്നത്. ഞാൻ പറഞ്ഞ അങ്കിളെ കറക്റ്റ് അല്ലേ? സ്തോത്രം. ഇന്ന് ഇത്രയും സ്തോത്രം, വല്ലാതെ അഭിഷേകം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ തുള്ളിച്ചാടി നടക്കുന്നത്, ദൈവ മക്കൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. എല്ലാവരും പറയാറുണ്ട്, നമ്മുടെ എല്ലാം ഡ്യൂട്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ അടുത്ത് വരുന്നവർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ ഡ്യൂട്ടി എന്തുവാ? They must pray. ഇന്ന് സ്തോത്രം, പാസ്റ്റർമാര് പറയുന്നത്, നിങ്ങൾ വന്നിരുന്നാൽ മതി, ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം. നല്ലതാണ്, ഏറ്റെടുക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ഞാനും ഇടയ ശുശ്രൂഷയിൽ നിന്നതാണ്. ദൈവമക്കൾ കരഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും. പക്ഷേ ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവർക്ക് കൊടുക്കുന്ന അടുത്ത ഉപദേശം എന്തറിയാമോ? നിങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടണം.
പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. നിങ്ങളുടെ ദശാംശം ഇങ്ങ് കൊണ്ടുപോവാ, നിങ്ങളുടെ സ്തോത്രകാശം ഇങ്ങ് കൊണ്ടുപോവാ, പിന്നെ സാലറിയുടെ ഫസ്റ്റ് സാലറി ഇങ്ങ് കൊണ്ടുപോവാ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ വന്ന് ഇരുന്നാ മതി. നോ, ഒരിക്കലും അല്ല. വന്നിരിക്കാനല്ല ദൈവം നമ്മളെ കണ്ടത്. ദൈവം നമ്മളെ കണ്ടത് പ്രാർത്ഥിപ്പിക്കാനാ. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ബലമായിരിക്കും. Praise the Lord. ഒന്നുകൂടെ പറയാം. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറച്ചത് യുദ്ധം ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെ, സ്തോത്രം, യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോണം കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് അഭിഷേകം പ്രാപിച്ചു. അന്ന് മുതൽ അവന്റെ ജീവിതത്തിൽ യുദ്ധമാണ്. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് നൽകിയൊരു കാഴ്ചപ്പാട് ഞാൻ പറയാം. യുദ്ധം ചെയ്ത് തകർക്കുന്നവനെ അതെ അഭിഷേകം ചെയ്തത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇടയ ശുശ്രൂഷ ചെയ്യാൻ അറിയുന്നവനെ അതേ അഭിഷേകം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അവനെ വരുത്തുവീൻ, അവനെ വരുത്തുവീൻ. നിന്റെ ആടുകളെ പരിപാലിക്കുന്ന, നിന്റെ ആടുകളെ നഷ്ടപ്പെടാത്ത, ആടുകളുടെ എണ്ണം കുറയാൻ അനുവദിക്കാത്തവനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ആടുകളുടെ എണ്ണം കുറയ്ക്കുന്നവനെയല്ല അഭിഷേകം ചെയ്യുന്നത്, ആടുകളെ രക്ഷിക്കുന്നവനെ അതേ അഭിഷേകം ചെയ്യുന്നത്. ദുർഖാമാനാപ ശംധന റമസിയാംധന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജെയിംസ് പാസ്റ്റർ, ലോർഡ്, എണ്ണം കുറയാൻ അങ്ങക്ക് ഇഷ്ടമല്ല, എണ്ണം കുറയാൻ. സ്തോത്രം, പ്രൈസ് ലോർഡ്. ദൈവാസം കേൾക്കുന്നുണ്ടോ? ജെയിംസ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഇവാഞ്ചലിസ്റ്റ് ജെയിംസ്. അനേകർ ആഗ്രഹിക്കുന്നു, സ്തോത്രം, എങ്ങനെങ്കിലും നഷ്ടപ്പെടുത്താൻ നോക്കുമ്പോൾ ഒരാത്മാവിന്റെ വില അങ്ങയ്ക്ക് അറിയാം, ഒരു വിശ്വാസിയുടെ വില എനിക്ക് അങ്ങേ അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കുടുംബത്തിന്റെ വില അങ്ങയ്ക്ക് അറിയാം, ഒരു വ്യക്തിയുടെ വില അങ്ങയ്ക്ക് അറിയാമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഒരു കുടുംബത്തിനൊരു നഷ്ടം വന്നാൽ, ഒരു കുടുംബത്തിനൊരു കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ ആ കണ്ണുനീരിന്റെ വില അങ്ങയ്ക്ക് അറിയാം. അതുകൊണ്ട് കർത്താവിനോട് പറയുന്നു, ആമേൻ, സ്തോത്രം, ഇനിയുള്ള സമയങ്ങൾ, ഇനിയുള്ള സ്തോത്രം, സ്പിരിച്വൽ ഭാഷയിൽ പറഞ്ഞാൽ ഇനി അങ്ങയുടെ സീസണാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് ഒരു പ്രത്യേക അനോയിന്റിങ് അങ്ങയുടെ മേൽ പകർന്ന് ശുശ്രൂഷയുടെ ഒരു പുതിയ തലത്തിലേക്ക് അങ്ങേ കൊണ്ടുവരുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത കൈമാറുന്നു. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കുക, ആരെയാണ് ശമൂവേൽ വന്ന് അഭിഷേകം ചെയ്യുന്നത്? ആരെയാണ് ശമൂവേൽ വന്ന് നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്നത്? അപ്പന്റെ ആടുകളുടെ എണ്ണം തികയ്ക്കുന്നവൻ, അപ്പൻ കൊടുത്ത ആടുകളെ സംരക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദാവീദേ, നിനക്ക് അഭിഷേകം ഉണ്ടോ? നിനക്ക് യുദ്ധമുണ്ട്. എന്നാൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ദൈവം അവന് സ്വസ്ഥത കൊടുത്തു എന്ന് തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ദൂത് കൈമാറാം. എന്നും യുദ്ധമില്ല. സ്തോത്രം. കരഞ്ഞ് പോരാടി ഉപവസിച്ച് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദേശത്തിന് വേണ്ടി പോരാടി ഇടിവ് നിന്ന വ്യക്തികളോട് പറയുന്നു, ദൈവം ഈ ദിവസങ്ങളിൽ സ്വസ്ഥത കൽപ്പിക്കുകയാണ്, ഒരു സ്വസ്ഥത തരാൻ പോവുകയാണ്. ദാവീദേ, നീ ഓടിയതുപോലെ വേറെ ആരും ഓടിയിട്ടില്ല, നീ കണ്ട മരുഭൂമി വേറെ ആരും കണ്ടിട്ടില്ല. ഓ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞ ദാവീദ് മറുഭാഗത്ത് രക്ഷപ്പെടാൻ ഓടുകയാണ്. ഒരു ഭാഗത്ത് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു, മറുഭാഗത്ത് സ്തോത്രം പദവിയിൽ ആ പദവിയിൽ എത്തിക്കത്തില്ലെന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. സ്തോത്രം. നോക്കണമേ, ഒരു ദൂത് കൈമാറാം. ഒരു ഭാഗത്ത് ഫെലിസ്തീനെ തോൽപ്പിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഫെലിസ്തീനെ നിർമൂലമാക്കുമ്പോൾ, മറുഭാഗത്ത് ശൗല് പറയുന്നത്, നീ രാജാവാകത്തില്ല. സ്തോത്രം, നീ ഇവിടെ രാജാവാകാൻ പോകുന്നില്ല. പാട്ടൊക്കെ ഉണ്ട് നിന്നെ കുറിച്ച്. എന്തുവാ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. പാട്ടൊക്കെ പാടാം, നിന്നെ കുറിച്ച് നല്ല വാർത്തകൾ വരാം, പക്ഷേ ഈ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജത്വത്തിന് വേണ്ടി അവൻ യുദ്ധം ചെയ്തില്ല കേട്ടോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. രാജാവാകാൻ വേണ്ടി അവൻ യുദ്ധം ചെയ്തില്ല. പക്ഷേ സ്തോത്രം, അവൻ യുദ്ധം ചെയ്ത് മുഴുവനും ജനത്തെ രക്ഷിക്കുവാനാണെങ്കിൽ സ്തോത്രം, അവനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ശക്തനായിരുന്നു. അവന്റെ ജീവിതത്തില് ദൈവം വലിയ സ്വസ്ഥത കൊടുത്തു.
ഈ സ്വസ്ഥത ലഭിച്ച ദാവീദ് നാഥാൻ പ്രവാചകനെ വിളിക്കുക. ആരെ വിളിക്കുന്നു? നാഥാൻ പ്രവാചകനെ. എന്തിനാണ്? കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാനല്ല, അടുത്ത വീടിന്റെ കാര്യം അറിയാനല്ല, ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യണം. സ്തോത്രം. നോക്കിക്കേ, അവൻ അങ്ങനെയാണ് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനുണ്ട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂത് കൈമാറട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഇത്രയും കാലം മരുഭൂമിയിൽ ഓടുവായിരുന്നു, ഇത്രയും നാളും വാസം ആമേൻ അരമനയിലായിരുന്നില്ല. പക്ഷെ സ്വസ്ഥത കൊടുത്തപ്പോൾ, ദൈവം അവനൊരു സ്വസ്ഥത കൊടുത്തപ്പോൾ അവനിപ്പോ എവിടെ വസിക്കുന്നത്? ദേവദാരു കൊണ്ടുള്ള അരമനയിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഞാൻ ഇനി എത്ര നാൾ ഇങ്ങനെ ഓടും? കർത്താവ്, ഇനി എത്ര നാൾ എനിക്ക് പടയുണ്ട്? ഇന്ന് രാത്രി നേരെ യുദ്ധങ്ങളെ കർത്താവ് നിർത്തൽ ചെയ്യുക. തിരുവചനം പറയുന്ന അവന് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴുള്ള യുദ്ധങ്ങളെ, ഇപ്പോൾ നിങ്ങളെ പടവെട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ കർത്താവ് വലിയ സ്വസ്ഥത നൽകാൻ പോകുകയാണ്. സ്വസ്ഥത നൽകിയവരുടെ അടയാളം എന്തറിയാമോ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ്? ദേവദാരു കൊണ്ടുള്ള അരമനയിൽ. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ പ്രോസ്പെരിറ്റി പറയാറില്ല കേട്ടോ. സ്തോത്രം. ആമേൻ. സ്തോത്രം. വചനത്തിൽ കൂടിയേ പ്രോസ്പെരിറ്റി പറയത്തുള്ളൂ. യുദ്ധം ജയിച്ചവന് തന്റെ ജനത്തെ രക്ഷിപ്പാൻ, ദൈവജനത്തെ സംരക്ഷിപ്പാൻ, ദൈവജനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദൈവം ഏൽപ്പിച്ച രാജ്യത്തെ സംരക്ഷിപ്പാൻ, സ്തോത്രം, യുദ്ധം ചെയ്തവർക്ക് ദൈവം സ്വസ്ഥത നൽകുന്ന ഒരു അടയാളമാണ് ദേവദാരു കൊണ്ടുള്ള അരമന. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, കുശുമ്പെടുത്തിട്ട് കാര്യമില്ല. ഉണ്ടോ പാസ്റ്ററെ? സ്തോത്രം. ഉണ്ടോ പാസ്റ്റങ്ങളെ? ഇല്ല. യുദ്ധം ജയിച്ചവനും ദൈവം ദേവദാരു കൊണ്ടുള്ള അരമന കൊടുക്കും. ഇന്നത് സംഭവിക്കാൻ പോവുക കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വാർത്ത ഇതാണ്. സ്തോത്രം. ഇതിൻ്റെ അകത്ത് പടവെട്ടിയവരുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും കണ്ടോട്ടെ. ഇതിൻ്റെ അകത്ത് പടവെട്ടിയവരുണ്ട്, ഇതിൻ്റെ അകത്ത് യുദ്ധം ചെയ്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അമേരിക്കയിലായിക്കോട്ടെ, UK കേരള ആയിക്കോട്ടെ, കണ്ണുനീര് കൊണ്ട് പടവെട്ടിയവരുണ്ട്, ഉപവസിച്ച് പടവെട്ടിയവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്വസ്ഥതയുടെ ഒരടയാളമായിട്ട്, സ്തോത്രം, വാസസ്ഥലങ്ങളെ കർത്താവ് ക്രമീകരിക്കാൻ പോവുകയാണ്. അതിന്റെ അങ്ങനെ ഒരു വിടുതലിന്റെ നടക്കുന്നുണ്ട്. ഭവന ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യുന്നു. സ്തോത്രം. സ്വന്തമായി ഭവനമില്ലാതെ, സ്വന്തമായി പാർപ്പിടമില്ലാതെ, സ്വന്തമായി വസ്തുവില്ലാതെ, സ്തോത്രം, മരുഭൂമിയിൽ യുദ്ധം ചെയ്ത് ജയിച്ച് മുന്നേറിയ ദാവീദേ, ദൈവം നിനക്ക് ദേവദാരു കൊണ്ടുള്ള അരമന തരാൻ പോകുക. ഞാൻ ആരുടെയും പേര് വിളിച്ചു പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, യുദ്ധം ചെയ്ത് മടുത്തുപോയവരെല്ലാം യുദ്ധം ചെയ്ത് ദൈവ സ്വസ്ഥത ലഭിച്ചവർക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശക്തമായി പറയുന്നു, പാർപ്പിട വിഷയത്തിൽ പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. പേരൻസ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്തെങ്കിൽ തലമുറയ്ക്ക് ദൈവം ദേവദാരു കൊണ്ടുള്ള അരമനകളെ കൊടുക്കുമങ്ങളെ. സ്തോത്രം. ഐസക്കങ്ങളെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ. ഓ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു വീട്ടില് ഒരു തലമുറ സ്തോത്രം ചെറ്റക്കൂടില് പിതാക്കന്മാർ സ്തോത്രം കഷ്ടത അനുഭവിച്ച് യുദ്ധം ചെയ്ത് ദൈവജനത്തിന്റെ കണ്ണുനീര് തുടച്ചെങ്കിൽ അതിന്റെ അടുത്ത തലമുറയെ ദൈവ അരമനയിൽ വസിപ്പിക്കുന്ന ദൈവമാണ്. അരമനകളില് അങ്ങനെ അരമനയിൽ വസിക്കുന്ന ദാവീദ് നാഥാൻ പ്രവാചകനെ വിളിച്ചത് അടുത്ത ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി അല്ല. സ്തോത്രം. അവൻ അരമനയിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം എവിടെ? തിരശീലയ്ക്കകത്ത്. കണ്ടില്ലേ? പറയുന്ന ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കകത്ത് ഇരിക്കുന്നു. തിരശീലയ്ക്കകത്ത്.
ദാവീദിന് ആലോചന കൊടുത്ത, ദാവീദിനെ അഭിഷേകം ചെയ്ത, ആമേ സ്തോത്രം, ആമേ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് തിരശ്ശീലയ്ക്ക് അകത്തെന്ന് പറയുമ്പോൾ ആമേ ഇരിക്കേണ്ട ഇടത്ത്, ആമേ മാന്യതയോടെ ഇരിക്കേണ്ട ഇടത്ത് ആമേ ഇരിക്കേണ്ടുന്ന പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് ദാവീദിന് ബോധ്യമായി. ഇതിനെ പുറത്തു കൊണ്ടുവരുവാൻ സമയമായി, പെട്ടകത്തെ പുറത്തു കൊണ്ടുവരാൻ സമയമായി, നിയമപ്പെട്ടകത്തെ ഇരുത്തേണ്ടിടത്ത്, സ്ഥാപിക്കേണ്ടിടത്ത്, ആമേശ്വത പ്രതിഷ്ഠിക്കേണ്ടിടത്ത് ആമേശ്വ പ്രതിഷ്ഠിക്കുവാൻ സമയമായി. ഇന്ന് ദൈവത്തിനാത്മാ പറയുന്ന സ്വസ്ഥത പെട്ടകത്തെ പുറത്തു കൊണ്ടുവരുവാനാകട്ടോ. ദൈവം സ്വസ്ഥത തരുന്നത് നിയമപ്പെട്ടകത്തെ പുറത്തു കൊണ്ടുവരുവാനാ. നിനക്ക് മുൻപേ പോയ യഹോവയുടെ പെട്ടകം, നിനക്ക് വിശ്രാമം ഒരുക്കിയ ദൈവത്തിന്റെ പെട്ടകം, യോർദാനെ വറ്റിച്ചു കളഞ്ഞ ആ നിയമപ്പെട്ടകം, ആമേ സ്തോത്രം, അതിനെ അത് ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അതിനൊരു മാന്യത കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ദൈവം ഒരു സ്വസ്ഥത കൽപ്പിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത, നിങ്ങൾക്ക് വേണ്ടി യോർദാനെ വറ്റിച്ചു കളഞ്ഞ, നിങ്ങൾക്ക് വിശ്രമം നൽകിയ, നിങ്ങൾക്ക് മുന്നേ പോയതായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്, ദൈവത്തിന്റെ, നമുക്കറിയാം ഇവിടുത്തെ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല, മനുഷ്യനിർമ്മിതമായി ഒന്നിലും ദൈവം വസിക്കുന്നില്ല. പക്ഷേ ദൈവനാമത്തിന് ഒരു മാന്യത ഉണ്ടാകുവാൻ, സ്തോത്രം, ആരാധനയ്ക്ക് ഒരു മാന്യത ഉണ്ടാകുവാൻ തക്ക തലത്തില് അതിന്റെ ഒരു ക്രമീകരണങ്ങളെ നിങ്ങളിൽ കൂടി ദൈവം ചെയ്തെടുപ്പിക്കാൻ പോകുകയാണ്. ഓൺലൈൻ കർത്തൃദാസനോട് പറയും, ദൈവത്തിനാത്മാവ് ദൂത് കൈമാറുകയാണ്. സ്തോത്രം, ആരാധനയ്ക്കൊരു വിശാലത വരുത്തുവാൻ, സ്തോത്രം, ദേശത്ത് ആരാധനയ്ക്കൊരു വിശാലത കൊണ്ടുവരുവാൻ, അങ്ങായിരിക്കുന്ന ഇടത്ത് സ്തോത്രം, നിയമ പെട്ടകത്തിനൊരു സ്തോത്രം, തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ ദൈവം ഒരു നൽകി. അർത്ഥമാനിയ ജഗസിയ ചില ആലോചനകളെ ദൈവം കൈമാറി, ചില പ്ലാനുകളെ ദൈവം അങ്ങയുടെ മേൽ നിയോഗിച്ചാക്കി. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. സ്തോത്രം, എന്തോ തരിശു നിലത്തെ തരിശായി കിടക്കുന്ന സ്തോത്രം അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തരിശായി കിടക്കുന്ന ഒരു സ്ഥലത്തെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ദൈവം തരുന്നു. അങ്ങയുടെ മനസ്സിലെ പ്ലാൻ, അങ്ങയുടെ മനസ്സിലെ ഇഷ്ടം ഞാൻ അറിയുന്നില്ല, പക്ഷെ കർത്താവിനെ കാണിക്കുന്നു. തരിശായി കിടക്കുന്ന ഒരു ഇടം ഡെവലപ്പ് ചെയ്ത് ദൈവത്തിന്റെ മഹിമദേശത്തെ വെളിപ്പെടുത്തത്ത രീതിയിൽ അതിന്റെ പണികളും അതിന്റെ ശുശ്രൂഷകളും അതിന്റെ വ്യാപ്തികളും ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നു. സ്തോത്രം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, 120 ദിവസം എഴുതിയിട്ടോ, 120 days എഴുതിയിട്ടോ. അതിന്റെ ചില അടിസ്ഥാനങ്ങൾ ഇടത്തക്ക രീതിയിൽ, അതിന് ചില സ്തോത്രം കുറ്റി അടിക്കത്തക്ക രീതിയിൽ, ചില പില്ലറുകളില് സ്തോത്രം, ചില തൂണുകൾ വെക്കുന്നത് പോലെ തൂണുകൾ വെച്ച് പിടിപ്പിച്ച്, ചില അയൺ ബാറുകൾ വെച്ച് പിടിപ്പിച്ച്, അങ്ങനെ ചില ക്രമീകരണങ്ങളെ കർത്താവ് തരും. എന്തിന്? ദൈവത്തിന്റെ തേജസ്, പെട്ടകത്തിന്റെ മഹിമ, ദൈവ സാന്നിധ്യത്തിന്റെ മഹിമ അങ്ങ് പാർക്കുന്ന ഇടത്ത്, ദൈവം അങ്ങ് ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം പദ്ധതിയിട്ട് കഴിഞ്ഞു. സ്തോത്രം. നോക്കുക, സ്തോത്രം. പ്രവാചകനെ വിളിച്ചത്, ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇന്നലകളിൽ നമ്മൾ പ്രവാചകന്മാരെ വിളിച്ചത് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാനാണെങ്കിൽ, ദാവീദ് ഇപ്പോൾ നാഥാൻ പ്രവാചകനെ വിളിച്ചത് ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം. നോക്കിക്കേ, 7-ാം അധ്യായത്തിലും 2 ശമൂവേൽ 7-ലും 8-ലും ദൈവത്തിന്റെ വലിയ കരുണ, ദൈവത്തിന്റെ വലിയ കൃപ ദാവീദിന്റെ മേലും ദാവീദിന്റെ
തലമുറകളുടെ മേലും ചൊരിയുന്ന സർവശക്തനായ ദൈവമായ യഹോവയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്. 9-ാം അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ ദാവീദിന്റെ വാക്ക് നോക്കിക്കേ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന്, സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന്. ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദിലേക്ക് പകരപ്പെട്ട ദൈവത്തിന്റെ ദയ അത്രയ്ക്ക് വലുതായിരുന്നു. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നത്, കർത്താവിന്റെ കരുണ എന്റെ മേലുണ്ട്, കർത്താവിന്റെ ദയ എന്റെ മേലുണ്ട്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താ അറിയാ? ദൈവമേ, അടുത്ത ഒരു തലമുറയ്ക്ക്, അടുത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കരുണ കൈമാറത്തക്ക രീതിയിൽ, ദൈവത്തിന്റെ ദയ കൈമാറത്തക്ക രീതിയിൽ അത് എന്നിൽ ഹെവി ആയിട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹെവി ആയിരിക്കട്ടെ. എന്റെ മേൽ ദൈവത്തിന്റെ ദയ അധികമാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നോക്കുക, ആമേൻ, സ്തോത്രം. തിരുവചനം പറയുന്നത്, 2 ഉടുപ്പുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ, ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ഒന്നില്ലാത്തവന്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നില്ലാത്തവന്. അപ്പൊ എനിക്ക് 2 ഉണ്ടെങ്കിലല്ലേ ഇല്ലാത്തവന്. ആ, സ്തോത്രം. ഞാൻ അല്പം ദയയും കൊണ്ട് അങ്കളെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത വ്യക്തിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇന്ന് പലർക്കും പറ്റുന്നേ അതാ. സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എവിടെയോ ഒരല്പം ദയൊക്കെ കിട്ടി എടുത്തു കൊടുക്കാന്നൊക്കെ നോക്കുന്നിട്ട് മറ്റുള്ളവർ രക്ഷപ്പെടുന്നുമില്ല. രക്ഷപ്പെടാത്തതിന്റെ കാര്യം, മറ്റുള്ളവർക്ക് ഞാൻ സാമ്പത്തിക വിഷയം മാത്രമല്ല പറയുന്ന, ആത്മീയ വിഷയമാണ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ അടുത്ത തലങ്ങൾ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ കരുണയ്ക്കകത്ത് ശുശ്രൂഷയുടെ തലങ്ങളുണ്ട്, സൗഖ്യമുണ്ട്, പല അനുഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് എനിക്ക് അടുത്തവരിലേക്ക് ദയ കൈമാറാൻ പറ്റുന്നില്ല? എനിക്ക് അല്പമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അല്പമേ, എന്റെ കാര്യം മാത്രം നടന്നാൽ മതി. നോ, സ്തോത്രം. അങ്ങനെയല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, കർത്താവേ, അടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടി, അടുത്ത ഒരു ആമേൻ, നമ്മൾ ആ പോയിന്റിലേക്ക് വരികയാണ്. ആമേൻ, സ്തോത്രം, ആമേൻ. അർഹതപ്പെട്ട, അല്ലെങ്കിൽ ആമേൻ, അർഹത ഇല്ലാത്ത ചിലരെ കണ്ടുപിടിച്ച്, നഷ്ടപ്പെട്ടു പോയ ചിലരെ കണ്ടുപിടിച്ച്, രക്ഷപ്പെടത്തിലെന്ന് കരുതിയ ചിലരെ കണ്ടുപിടിച്ച്, അങ്ങയുടെ ദയ ഒന്ന് കൈമാറുവാൻ അത് എൻ്റെ മേൽ ഹെവി ആയിരിക്കട്ടെ. യെസ്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം അതാ. സ്തോത്രം. സാമ്പത്തികമായിട്ടാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അടുത്തൊരു തലത്തിലേക്ക്, സ്തോത്രം, എങ്കിൽ മാത്രമേ ചിലരെ എനിക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവേ, ഈ വാക്കുകൾ കൊണ്ട് അടുത്ത വ്യക്തികളെ, അടുത്തൊരു സ്തോത്രം, അടുത്തൊരു തലമുറ എനിക്ക് വാർത്തെടുക്കാൻ സാധിക്കത്തില്ല. സോ കർത്താവേ, അതുകൊണ്ട് അധികമായിരിക്കണമേ, അങ്ങയുടെ ദയ എന്നിൽ വർദ്ധിപ്പിക്കണമേ, അങ്ങയുടെ കരുണ എന്നിൽ വർദ്ധിപ്പിക്കണമേ. 2 ശമൂവേൽ 7:8 നമ്മൾ കാണുന്നത് ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ അധികമായ ദയയാണ്. അതിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ദാവീദ് പറയുന്നു, 9-ാം ദൈവത്തിന്റെ ദയയുടെ നിറകുടമായിരിക്കുന്ന. ഇപ്പോൾ ദാവീദിനെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണുകളിൽ നിന്ന് ദയ ഒഴുകുകയാണ്, അവന്റെ വാക്കുകളിൽ നിന്ന് ദയ ഒഴുകുകയാകുന്നു. സ്തോത്രം. പ്രതീക്ഷ ഇല്ലാത്തവർ കടന്നു വരുമ്പോൾ ദാവീദിൽ നിന്നൊരു പ്രതീക്ഷ കിട്ടുകയാണ്. സ്തോത്രം. നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഞാൻ ഒരു ചർച്ചിൽ പോയപ്പോൾ, സ്തോത്രം, ആ ചർച്ചിലെ ഒരു ആന്റി, സ്തോത്രം, ഞാൻ ആ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പൊ ആന്റിക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ വീട്ടിൽ ഫോൺ കോൾ വന്ന് ആന്റി അറ്റൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് ആ സംഭാഷണം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മറുതലയ്ക്ക് നിന്നുള്ളൊരു ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും എന്തോ ഒരു പ്രയർ റിക്വസ്റ്റ് ആണ് ഈ ആന്റിക്ക് വന്നത്. സ്തോത്രം. ഈ ആന്റി പറയുകയാണ്, ഞാനോ പ്രയാസത്തില്ല, ഞാനും കഷ്ടതയിലാണെന്ന്. മനസ്സിലായോ? ഞാൻ കഷ്ടതയില്ല, പിന്നെ ഞാൻ എങ്ങനാ? സ്തോത്രം. നോ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ കഷ്ടത അടുത്ത വ്യക്തികളോട് പറയുവാനല്ല. എനിക്ക് ദയ കിട്ടി, ഞാൻ നിനക്ക് ദയ തരാൻ പോകുക, ഞാൻ ദയ കാണിക്കാൻ പോകുക, ഞാൻ നിന്നോട് കരുണ കാണിക്കാൻ പോകുക, ഞാൻ നിന്നെ രക്ഷിക്കുവാൻ ഞാൻ ബലപ്പെട്ടിരിക്കുകയാണ്. എത്ര പേർക്ക്
പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഇന്നും സ്തോത്രം, എന്നെ കൊണ്ട് എനിക്ക് സാധിക്കത്തില്ലേ, എന്നെ കൊണ്ട് ഞാൻ തകർന്നിരിക്കുകയാണ്, ഞാൻ കണ്ണുനീരിലാണ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഞാൻ കഷ്ടതയിലാണ്, ഞാൻ നെടുവീർപ്പിലാണ്. നോ. സ്തോത്രം, സ്തോത്രം. എന്തിനാ രക്ഷിക്കപ്പെട്ടത്? എന്തിനാ അഭിഷേകം പ്രാപിച്ചത്? എന്തിനാ ദൈവകൃപയിലായിരിക്കുന്നത്? സ്തോത്രം. അല്ലെങ്കിൽ ചിലരെ ഏറ്റെടുക്കുവാൻ, ചില കുടുംബങ്ങളെ ഏറ്റെടുക്കുവാൻ, ചില രാജ്യങ്ങളെ ഏറ്റെടുക്കുവാൻ, ചില ഗോത്രങ്ങളെ ഏറ്റെടുക്കുവാൻ, ചില വംശക്കാരെ ഏറ്റെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മേൽ ദൈവത്തിന്റെ ദയ അധികരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ദയ അധികമാണ്. ഞാനൊന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ദൈവത്തിന്റെ ദയ ഒന്ന് പകരുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത്രയും വൈകിയത്? ഒരു കാലത്ത് സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ ദയ എവിടൊക്കെയോ പകർന്നു, പിന്നെ ഒതുങ്ങിപ്പോയി. എന്നാൽ അങ്ങനെയല്ല ഈ ദിവസങ്ങളിൽ. ആമേൻ, കർത്താവിന്റെ വരവ് എത്രയും പെട്ടെന്നാകുവാൻ നമ്മൾ എന്തു ചെയ്യണം? സ്തോത്രം. നമ്മളിൽ ദൈവത്തിന്റെ ദയ അധികമാകട്ടെ. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ദൈവത്തിന്റെ ഹെസ്സത്ത് അധികമായിരിക്കട്ടെ. ദാവീദ് ഇപ്പോൾ വിളിച്ചു ചോദിക്കുകയാണ്, ഓ ഹല്ലേലൂയ, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ? ഞാൻ ആമേ പോയിന്റിലേക്ക് കടന്നു വരികയാ. ആമേ, ലോകം പറഞ്ഞു, ലോകം വിധി എഴുതി, ആ കുടുംബത്തിൽ ഇനി ആരും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ആ കുടുംബത്തിൽ ആരുമില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദിനെ കൊണ്ട് ആ വാക്ക് ഉച്ചരിപ്പിച്ചത് പരിശുദ്ധാത്മാവ്. ആരാലും അറിയപ്പെടാതെ, എവിടെയോ സ്തോത്രം, ഹല്ലേലൂയ, ആരുടെ ശ്രദ്ധയിൽ പെടാതെ ഒരു മെഫിബോശത്ത് മറിഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ എവിടെയോ മറിഞ്ഞു കിടക്കുകയാ. ആരും നിന്നെ കാണുന്നില്ല. നിന്റെ തലമുറയാരും കാണുന്നില്ല. നിന്റെ അവസ്ഥയാരും കാണുന്നില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ജനിച്ചത് മുടന്തനായിട്ടല്ല തുടങ്ങിയത്, മുടന്തുമായിട്ടല്ല തുടങ്ങിയത്. സ്തോത്രം. എവിടെയോ എങ്ങനെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. സ്തോത്രം. ഷയധനമന. ഇനിയും ശുശ്രൂഷിക്കരുത്. ഇനിയും പ്രാർത്ഥിക്കരുത്. ഇനി ഉപവസിക്കരുത്. ആമേൻ. സ്തോത്രം. ഷയമന. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നല്ല നിലയിലെത്തും. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല നിലയിലെത്തും. ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി സ്ട്രോങ് ആണെങ്കിൽ നല്ല നിലകളിലെത്തും. എന്നാൽ എവിടൊക്കെയോ സ്തോത്ര പ്രയാസങ്ങൾ വരുത്തി മറഞ്ഞു കിടക്കണം. നന്മകൾ പ്രാപിക്കരുത്, ഉയർച്ച പ്രാപിക്കരുത് പറഞ്ഞു നിൽക്കുമ്പോൾ ഇത് പറയും, അവനെ ഇവിടെ കൊണ്ടുവരിക. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് എഴുതി തന്ന ഇതാണ്, ഫ്രം ടു പാലസ്. സ്തോത്രം. ഹല്ലേലൂയ. അറിയപ്പെടാത്തിടത്തു നിന്നും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാലും അറിയപ്പെടാതെ എന്നെ സഹായിക്കാനില്ല. എന്റെ ബുദ്ധിമുട്ട് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ എങ്ങനെങ്കിലുമൊക്കെ കഴിഞ്ഞോളാം. മെഫിബോശത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ അങ്ങനെ, ഞാൻ ഈ മാക്കീരിന്റെ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞോളാം. സ്തോത്രം. ഞാൻ ആരുടെ കാല് പിടിക്കാൻ വരുന്നില്ല. ഞാൻ ആരുടെ സഹായം ചോദിക്കാൻ വരുന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. പക്ഷെ ദാവീദ് പറയാ, ഇങ്ങനെ പോകാനുള്ളവനല്ല നീ. സ്തോത്രം. നിന്റെ തലമുറ പറയുന്നത് ഞാൻ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചോളാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ തലമുറയെ നോക്കി പറയുന്നത്, എങ്ങനെങ്കിലും ജീവിക്കുവാനല്ല, നിനക്കൊരു പൊസിഷൻ ഉണ്ട്. നിന്റെ തലമുറക്ക് ഒരു പൊസിഷൻ ഉണ്ട്. ഇന്ന് ദൈവത്താത്മാ പറയുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാം. നോ, നീ മാത്രം ജീവിക്കേണ്ടവളല്ല, നീ ജീവിക്കേണ്ടവനല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്കൊരു സ്തോത്ര പ്രൊമോഷൻ ഉണ്ട്, നിനക്കൊരു ഷിഫ്റ്റ് ഉണ്ടെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയും. ദാവീദ് പറയും, അവനെ ഇവിടെ കൊണ്ടുവരിക. സ്തോത്രം. അവൻ ദാവീദിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. സ്തോത്രം. ആ വാക്കൊക്കെ നോക്കിക്കേ. നായ എന്നുള്ള പദം വിശുദ്ധ ബൈബിളിൽ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായ നല്ലത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പൊ ഇത് നല്ലതാ. സ്തോത്രം. ഞാൻ പണ്ട് കരുതി ഈ നായ എന്ന് പറയുമ്പോൾ എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള വാക്കായിട്ട്. കാലേബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം
ആ സ്തോത്രം. അപ്പൊ അങ്ങനെ ഈ പദം കേൾക്കുമ്പോൾ ആരും ബുദ്ധിമുട്ടരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ധൈര്യപ്പെടുത്തുന്നവനാ. പക്ഷെ ഇപ്പൊ എന്തോ ഇല്ല. ഇപ്പൊ പറയാ ചത്ത രാജകൊട്ടാരത്തിൽ ദാവീദിന് മുൻപിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഇതിന് യോഗ്യനല്ല, അല്ല എന്നെ കൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് അവനോട് കരുണ കാണിച്ചു. നമ്മൾ കാണുന്നത് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവന് രാജകൊട്ടാരത്തിൽ നിന്ന് ഫുഡ് കിട്ടത്തക്ക രീതിയിൽ, രാജകൊട്ടാരത്തിൽ പാർക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളെ ദാവീദ് ചെയ്തു കൊടുത്തു. പ്രൈസ് ഗോഡ്. അടുത്തത് ചെയ്ത് എന്താ അറിയാമോ? ശൗലിന്റെ നിലമെല്ലാം അവന് എഴുതി കൊടുത്തു. സ്തോത്രം. അല്ലെ? 8-ാം വാക്യത്തിൽ. അപ്പോൾ വായിച്ച് സഹായിക്കാമോ? 2 ശമൂവേൽ 9:9. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ ജയമാന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ ജയമാന്റെ വേണ്ടി അനുഗ്രഹങ്ങൾ ചത്ത നായെന്ന് പറഞ്ഞ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ സ്തോത്രം മെഫീബോശത്തെ, സ്തോത്രം. എനിക്ക് കർത്താവ് അതേ വാക്ക് പറയാം. ആ ചത്ത നായോട് എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ മെഫീബോശത്തിനോട് പറയുകയാണ്, ആമേൻ, നിന്റെ അപ്പനുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ, വചനത്തിന്റെ ഇൻസൈറ്റ് അതുപോലെ പറയുക, എന്നെ കൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നവർക്ക് ദൈവം എഴുതി തരാൻ പോവാ. സ്തോത്രം. നോക്കിക്കേ, ആമേൻ, നിന്റെ യജമാനായ മകന് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നീയും നിന്റെ പുത്രന്മാർ, സീബയോട് പറയാണ്, നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫീബോശത്ത് നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. സ്തോത്രം. ഇത്രയും പേര് ഇപ്പൊ ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞേ, ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുക? ചത്ത നായ്ക്ക് വേണ്ടി. ചത്ത നായ്ക്ക് വേണ്ടി. ആ പോയിന്റിലേക്ക് വരണം. സ്തോത്രം. അല്ലെ? അവൻ പറഞ്ഞത്, എന്നെ ഇതൊന്നും ഏൽപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ നിനക്ക് നിലം തന്നെങ്കിൽ അതിന്റെ അകത്ത് വർക്ക് ചെയ്യാനും ഞാൻ ആൾക്കാരെ നിയമിക്കാൻ പോവാ. എനിക്ക് ഉറപ്പുണ്ട് ഇത് വചനമാ പറയുന്നത്, വചനത്തിന്റെ വെളിപ്പാടാ പറയുന്നത്. ചത്ത നായായ സ്തോത്രം മെഫീബോശത്തിനോട് പറയുകയാണ്, എന്റെ കാല് മുടന്ത, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടെ പറയിപ്പിച്ചു, എന്റെ കുഞ്ഞെ, നീ പറയുന്നു നീ ചത്ത നായ, എനിക്കിതൊന്നും നോക്കി നടത്താൻ പറ്റത്തില്ല. നീ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചോ, പക്ഷെ ഞാൻ നിനക്ക് എന്താണോ എഴുതി തരുന്നത്, ഞാൻ നിന്നോട് ഇന്ന് എന്താണോ വാഗ്ദത്തം ചെയ്യുന്നത്, അതിന്റെ അകത്ത് വർക്ക് ചെയ്യാനും ഞാൻ ആൾക്കാരെ നിയമിക്കുക. ഏറ്റെടുത്തോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ സഹായിക്കുവാൻ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കാൻ പോവാ. മെഫീബോശത്ത് പറയുന്നത്, എനിക്ക് ആ നിലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല, എന്റെ കാലം മുടന്ത. പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടി പറയിപ്പിക്കുകയാണ്, നീ ഇവിടെ നിന്നാൽ മതി, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി പോയി വരുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. കൊടുത്തു. അവന് നിലത്ത് വർക്ക് ചെയ്യുവാൻ, അവന് കൊടുത്ത നിലത്ത് വർക്ക് ചെയ്യുവാൻ ദാവീദ് ആൾക്കാരെ നിയമിച്ചു. സ്തോത്രം. അടുത്ത അനുഗ്രഹം നോക്കിക്കേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മെഫീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. സ്തോത്രം. ദാവീദിന്റെ ഭക്ഷണം എവിടാ? രാജകുമാരന്മാരിൽ സ്തോത്രം ഒരുത്തൻ എന്ന പോലെ. എങ്ങനെ കഴിയേണ്ടവനാ? ആരുടെയോ കരുണ കൊണ്ട് എന്തൊക്കെയോ കഴിച്ചു പോകേണ്ടുന്നതായ മെഫീബോശത്ത്, രാജകുമാരന്മാർ. ഇപ്പൊ ഞാൻ എഴുതിയിട്ടോ, നിന്റെ തലമുറയെ ദൈവം രാജകുമാരനെ പോലെ വളർത്താൻ പോവാ. നിന്റെ തലമുറ രാജകീയമായ ഭക്ഷണം കഴിക്കാൻ പോകുക. നിന്റെ തലമുറ, സ്തോത്രം, ഹല്ലേലൂയ, വെറുതെ അല്ല വചനം എഴുതി വെച്ചിരിക്കുന്നത്, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്താൻ പോകുക. ജീസസ്. ഹല്ലേലൂയ. അടുത്ത നന്മ എന്താണ്? 12-ാം വാക്യം വായിച്ചേ.
മെഫിബോസേത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു, അവന് മീഖ എന്ന് പേർ. കേട്ടോ, എല്ലാവരും സീബയുടെ കേട്ടോ. വീട്ടിലൊരിക്കുകയും മെഫിബോസേത്തിന് അവിടെ നിന്ന് ഭൃത്യന്മാരായി തീർന്നു. നമ്മുടെ ഒരു കുഴപ്പം വായിച്ചങ്ങ് വിടും. അവിടെ നിന്നൊന്ന് വെളിപ്പാടിലേക്ക് ഒന്ന് പോകണം കേട്ടോ. സ്തോത്രം. ബൈബിളൊക്കെ വായിച്ചിട്ട് വെളിപ്പാടിലേക്ക് പോകണം. ഒന്നുകൂടി വായിച്ചേ ആന്റി 12. മെഫിബോസേത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു, അവന് മീഖ എന്ന് പേർ. ലോകം വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞത് നീ ചത്തനായ. ലോകം പറഞ്ഞത് നിനക്ക് എന്തുണ്ടാകത്തില്ല? തലമുറ. അങ്കിളിന് ആ വെളിപ്പാട് ഉണ്ടായി. സ്വതന്ത്രം. നിനക്ക് തലമുറ ഉണ്ടാകത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ചത്ത നായ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. വചനത്തിന്റെ പവർ ചില ഭവനം വെളിപ്പെടുകയാ. അടുത്ത ജനറേഷനാ. സ്തോത്രം. ഒന്നുകൂടെ പറയാം. അപ്പച്ചൻ പടയിൽപ്പെട്ടു പോയി, അപ്പനും പടയിൽപ്പെട്ടു പോയി, അടുത്ത തലമുറ മുടന്തനായി. പക്ഷെ അടുത്ത തലമുറ വന്നപ്പോ അപ്പച്ചൻ, മോൻ, കൊച്ചുമോൻ, അടുത്ത തലമുറ വന്നപ്പം മുടന്തൻ എഴുതി വെച്ചിട്ടുണ്ടോ? പടയിൽ പട്ടുപോയോ? ഇല്ല. എനിക്ക് കർത്താവ് തന്ന ആ വചനത്തിനകത്തുനിന്ന് പറയാം, അപ്പൻ രാജകുമാരന്മാരെ പോലെ ദാവീദിന്റെ കൊട്ടാരത്തിൽ വളർന്നെങ്കിൽ ചത്ത നായെന്ന് പറഞ്ഞ മെഫീബോശത്തിന്റെ മകൻ മുടന്തില്ലാതെ രാജകൊട്ടാരത്തിൽ. ഒരു വലിയ വിടുതൽ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിരിക്കുക. ഒരു വലിയ നന്മ. ഞാൻ ഒത്തിരി പോർഷൻസ് കർത്താവ് എനിക്ക് തന്നു. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പക്ഷെ എന്താണ് എന്റെ സ്റ്റാർട്ടിങ്? എവിടാണ്? ദയ കിട്ടിയ ദാവീദ്, ഹെസേദ് കിട്ടിയ ദാവീദ്, ഇന്ന് രാത്രികാലം കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഹെസേദുണ്ട്. കർത്താവ് അഭിഷിക്തന്മാരിൽ കൊടുത്തിരിക്കുന്ന കവിഞ്ഞൊഴുകുന്നൊരു ദയയുണ്ട്. ആ ദയ കൊണ്ട് ഞാൻ പറയുന്നു, ആ ദയ കൊണ്ട് എന്റെ അധരങ്ങളെ ദയ കൊണ്ട് നിറച്ച, എന്റെ അന്തരംഗത്തെ കരുണ കൊണ്ട് നിറച്ച യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ പറയുന്നു. സ്തോത്രം. മറഞ്ഞു കിടക്കുന്നവരെ ഇന്ന് രാത്രി ഞാൻ പുറത്തു കൊണ്ടുവരികയാണ്. മാനിക്കപ്പെടാനുള്ളവരെ ഇന്ന് രാത്രി ഞാൻ പുറത്തു കൊണ്ടുവരികയാണ്. പ്രയോജനപ്പെടത്തില്ലെന്ന് കരുതിയതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നു. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ജെയിംസ് പാസ്റ്റർ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറി. ലൂക്കോസ് 4:42 അങ്ങ് വായിക്കണം. സ്തോത്രം. ലൂക്കോസ് 4:42. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു ഗ്രാമത്തിലുള്ളവർ യേശുവിനെ തടുത്തു. ഞങ്ങളെ വിട്ട് പോകരുത്, ഞങ്ങളെ വിട്ട് പോകരുത്, ഞങ്ങളെ വിട്ട് പോകരുത്, ഞങ്ങളെ വിട്ട് പോകരുത്. അങ്ങയുടെ സേവനം കണ്ട്, അങ്ങയുടെ ശുശ്രൂഷകൾ അനുഭവിച്ച്, ആമേൻ സ്തോത്രം, അങ്ങയിൽ കൂടിയുള്ളതായ ദൈവിക കരുതൽ കണ്ട് ഒരു കൂട്ടം ജനം അങ്ങേ പിടിച്ചു നിർത്തുന്നത്, ആമേൻ സ്തോത്രം, മാറിപ്പോകരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്ന ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അങ്ങയെ കൊണ്ടുപോകാൻ പോകുകയാണ്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. അല്പസമയമേ ഉള്ളൂ. വേഗത്തിൽ ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാല വായനത്തിന് ഇൻസൈറ്റ് ഇതാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളില്ലെന്ന് പറയുന്നതിനെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശ്രേഷ്ഠ പദവിയിൽ ഇരുത്തുന്ന ദൈവത്തിന്റെ ദയ, അടുത്ത തലമുറയെ മാനിക്കുന്ന ദൈവത്തിന്റെ ദയ ഇന്ന് രാത്രികാലം നിങ്ങളെ തൊടുകയാണ്. അഗാധ രാധരാശം സിയാദര പ്രൗഢ ആമേൻ. ഹൈദരാബാദിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവദാസൻ ബിനോയ് പാസ്റ്ററെ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു: ദാനിയേലിന്റെ മുഴങ്കാലുകളെ ഉറപ്പിച്ച ദൈവം, ദാനിയേലിന്റെ മുഴങ്കാലുകളെ കൈകളെ ഉറപ്പിച്ചു നിർത്തിയ ദൈവം ഈ ദിവസങ്ങൾ ചില ദൈവിക മറുപടികൾ പ്രാപിക്കുവാൻ, ചില ദൈവിക നിയോഗങ്ങൾ പ്രാപിക്കത്തക്ക രീതിയിൽ അങ്ങയുടെ പ്രാർത്ഥനാ മുറിയിൽ അങ്ങേ ദൈവം ധൈര്യപ്പെടുത്താൻ പോകുകയാണ്. അങ്ങേ ദൈവം ശക്തീകരിക്കുന്ന ദിവസങ്ങളാണ്.
അകതല പടകതലാദവ ശംധനാർ പ്രഭാതകസിയ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. വേഗം ദൂതുകൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. തുലബദല ഹസനദനാദകസിയാംധന അർദ്ധമാനക ശ്യാംധന ജഗശ്യാംധന അന്തര സോഷാമാൻഡിയോട് പരിശുദ്ധാത്മാ പറയുന്നു, ആമേ സ്തോത്രം, ആമേ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒഴുക്ക് എന്നെ കാണിക്കുക, ഒരു നദി അതിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ആ തടയെ പൊട്ടിച്ച് ആമേ സ്തോത്രം വെള്ളം ഒഴുകി വരുന്ന പോലെ ദൈവത്തിന്റെ വലിയൊരു കരുണ ആമേൻ ആമേ സുപ്രിയാൻഡി ആ കുടുംബത്തിലേക്ക് ഒഴുകിയെത്തുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദിഗൽ പ്രമാണക സാന്ധന റിവൽഥുരകടമനി അവർദ്ധനാദിയ ശമൽ കരധ്വനാദകസിഹ അർത്ഥമാനിയ ധാരാബാറബ ശാംധന അർത്ഥനാദിയ ദിഗൽ ധിനാദകസിഹം ചൂടമന ബറബദന ഹദനകടമന അഗർധനാജക ശ്യാംധരെ അർത്ഥാലാപ ഷൈഢാമാന ചൂടാമാന അംദന രഹസ്യം. ചില ആ ഭവനത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം ചില വ്യത്യാസങ്ങളെ വരുത്താൻ പോകുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക്, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുക. അൽത്യമാന വേദൽ പ്രമാണകസിഹ ജുഡാർപനാദകസിയാംധന. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, പ്രിയ സോഷമാൻഡി, നിലവിളിച്ചു തുടങ്ങിയ വിഷയത്തില് ദൈവം വെളിപ്പാടുകളെ തരാൻ പോവുകയാണ്. എന്നോട് പറയുന്നു, നിലവിളിച്ച് തുടങ്ങിയ വിഷയത്തില് ചൂടാമനാഭസന്ധന വെളിപ്പാടുകളുടെ ശക്തിയാൽ അടുത്ത ചുവടുവെപ്പുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നു. ചൂടത്വാലം ഷൗഡ ഇന്ന് കേട്ടതുപോലെ അറിയപ്പെടാത്ത സ്ഥലത്ത് നിന്നും അറിയപ്പെടുന്ന ഇടത്തേക്ക്, 10 പേർ അറിയുന്ന ഇടത്തേക്ക്, 10 പേരാൽ മാനിക്കപ്പെടുന്ന ഇടത്തേക്ക് സ്തോത്രം ഒരു ഷിഫ്റ്റിങ്ങിന്റെ സമയമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നു. ഉൽധാരാദി ബൗഡാധാധ അക്ഷാമാനിയ ധരാൽഖരാംധന ശമലകടമന ഹതുനകടകസിഹ അർത്ഥമാനിയ ജുരാത്ഭർമാനകസിയാംധനെ അംധന രഹസ്യ. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്ര പ്രൈസ് ലോർഡ്. അല്ല, ഡിവൈസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആമേൻ പ്രൈസ് ലോർഡ്. എന്നെ കർത്താവ് ഇങ്ങനെ പറയുന്നു, യേശു അവരെ അണച്ചു അനുഗ്രഹിച്ചു. യേശു ആ ശിശുക്കളെ അണച്ചു അനുഗ്രഹിച്ചു. പക്ഷെ അതിനു മുൻപ് സ്തോത്രം അവരെ തടുത്തവരുണ്ടായിരുന്നു, ശാസിച്ചവരുണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നും സ്തോത്രം കർത്താവിന്റെ കരം എന്നെ തൊടത്തില്ലെന്ന്, കർത്താവ് നിന്നെ തൊടുവാൻ അനുവദിക്കാത്തവരുടെ മുൻപിൽ സ്തോത്രം യേശു തൊടുവാൻ തയ്യാറായി നിൽക്കുക. പക്ഷെ ഒരു കൂട്ടർ പറയുന്നു, യേശു നിന്നെ തൊടരുത്. സ്തോത്രം യേശു നിന്നെ തൊടരുത്. കേൾക്കുന്നുണ്ടോ? യേശു നിന്നെ തൊടരുത്, യേശു നിന്നെ തൊടരുത്, യേശു നിന്നെ സ്പർശിക്കരുത്. ചൂടാതാര 2 പേരാണ് തടഞ്ഞത്, ശിഷ്യന്മാര്, അവിടെ നിന്നവര്. നിന്നെ കാണുന്ന ഒരു കൂട്ടർ പറയുന്നത്, നിന്നെ അനുഗ്രഹം തൊടരുത്. സ്തോത്രം ചിലര് ശിഷ്യന്മാരെ പോലെ ചിലരും ശാസിക്കുക. സ്തോത്രം എന്നാൽ കർത്താവ് അവരെ തടുത്തു മാറ്റിയിട്ട് അണച്ചു, ചേർത്ത് പിടിച്ചു, കൈവച്ചത് പോലെ ഈ ദിവസങ്ങളിൽ നീ മുന്നോട്ട് വന്ന വിഷയത്തിന്മേൽ യേശു നിന്നെ തൊടാൻ പോവുക. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. സിസ്റ്ററുടെ ഒരു വിഷയം എന്നോട് പാസ്റ്ററും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് എന്നോട് ഇങ്ങനെ പറയുന്നു. കഴിഞ്ഞ സ്തോത്രം ഇങ്ങനെ ദൈവാത്മാ ഇങ്ങനെ കാണിക്കുന്നു, 4 മാസവും സംതിങ് ദിവസങ്ങളുമായിട്ട് സ്തോത്രം 4 മാസവും ചില ദിവസങ്ങളുമായിട്ട് മുന്നോട്ട് വെച്ച വിഷയത്തിന്മേല് കർത്താവ് നിന്നെ തൊടരുത്. ദൈവത്തിന്റെ അനുഗ്രഹം ആ വിഷയത്തിന്മേൽ വരരുത്. ക്രിസ്തുവിന്റെ കരം ഒരു അനുഗ്രഹമായി വരല്ലേ എന്ന് പറഞ്ഞ് നിന്നവരുടെ നടുവിൽ നിന്നെ അണച്ച്, നിന്നെ ചോർത്ത് പിടിച്ച് നിർത്തി, നിന്റെ മേൽ കരം വെച്ച്, നിന്റെ ശിരസിനുമേൽ കൈവച്ച് ആ വിഷയത്തിനുമേൽ കർത്താവിന്റെ കരം വന്നിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രികാലം കൈമാറുകയാണ്. അൽമാദ നിങ്ങളെ 9 മണിക്കല്ലേ നിർത്തേണ്ടത്?
Yeah. Shanadana bana hathana bana ardhamanagadamanadagashiyandhana Digal Karada Laja Vaishraman Hadinagadagasiha Amdar Pramanagasya Bhineragashiyandhana Judamanava Sandhana Mana Hasyandhana Arshamane Halpinaragasya Pera എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുന്നു സിസ്റ്ററെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഇരുട്ടിന്റെ ശക്തികൾ ആമേൻ അസൂയ നിറഞ്ഞവർ തട്ടിക്കളഞ്ഞതിന് പകരം ശ്രേഷ്ഠമായതും ആർക്കും ഇളക്കി മാറ്റുവാൻ പറ്റാത്തതും വെടിപ്പുള്ളതും ആമേൻ സ്തോത്രം ശ്രേഷ്ഠതയേറിയതുമായ ഒരു അനുഭവത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ എന്നെ കാണിക്കുന്നു. ഞാനത് യേശുവിന്റെ നാമത്തിൽ കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ആന്റി ദൈവത്തിന്റെ ആത്മാ പറയുന്നു. ആമേൻ സ്തോത്രം. ദൈവം നൂലെ കെട്ടി ഇറക്കുമോന്ന്. ആന്റി കേൾക്കുന്നുണ്ടോ? സാറാമ ഷാജി ആന്റി കേൾക്കുന്നു? സാറാമ ആന്റി, നിന്റെ ദൈവം നൂലെ കെട്ടി ഇറക്കുമോന്ന് ഞാനല്ല ചോദിച്ചത്, ചോദിച്ചവരുടെ നടുവിൽ ഇതുപോലെ ചോദ്യം പഴയ നിയമത്തിൽ കാണുന്നു. ദൈവം ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാൽ ഇങ്ങനൊക്കെ സംഭവിക്കുമോ എന്ന്. ആന്റിയുടെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് വരിക കേട്ടോ. എന്നോട് കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുപോലെ കർത്താവ് നിനക്ക് നൂറെ കെട്ടി ഇറക്കുന്നെന്ന് കാണട്ടെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ കിളിവാതിൽ തുറക്കപ്പെടുന്നതും എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു. ആമേ ചില മാസങ്ങൾക്ക് മുൻപ് കേട്ട പ്രവചനത്തിന് നിവർത്തി അടുത്ത ദിവസങ്ങൾ കാണാൻ പോവുകയാണ്. ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് കരുതിയത് ദൈവം എഴുതി തരുന്നു ഇന്ന് രാത്രി. സമാനപക്ഷ്യാന്ധന എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ആന്റി സ്തോത്രം. എന്നെ ഇങ്ങനെ വെളിപ്പാട് കാണിക്കുകയാണ്. ഒരു നല്ല സ്പൈസി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ആന്റിയുടെ അതരത്തിൽ വെച്ച് തന്നു. പെട്ടെന്ന് എടുത്തു. അത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്, അത് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് അത് വലിച്ചെടുത്തത് പോലെ ഒരു തന്നു. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റാതെ, അത് എന്താണെന്ന് പോലും അറിയുന്നതിന് മുൻപ് എടുത്തു മാറ്റിയതിനെ കർത്താവ് അധിക മാനത്തോടെ ഇന്ന് തിരിച്ചു തരുന്നു. അങ്കളെ ഒരു വലിയ സാക്ഷ്യം ഉടനെ കേൾക്കാൻ പോവാ. ആ ഭവനത്തിൽ നിന്ന് ഒരു വലിയ സാക്ഷ്യം കേൾക്കാൻ പോവാ. സാറാമാൻഡിയുടെ ഭവനത്തിൽ നിന്ന് എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞിങ്ങനെ നിർത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അറിയപ്പെടാത്തിടത്തു നിന്നും, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തിടത്തു നിന്നും ദൈവത്താൽ മാനിക്കുന്നിടത്തേക്ക്, ദൈവത്തിന് ദയ അനുഭവിക്കുന്നിടത്തേക്ക് കൂടുമാറിയതുപോലെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും, നിങ്ങൾ എഴുതിയിട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയപ്പെടുന്നിടത്തേക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത നിലവാരത്തിലേക്ക്, ശുശ്രൂഷയുടെ അടുത്ത നിലവാരത്തിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുവരുന്നു. സമൃദ്ധിയുടെ അടുത്ത നിലവാരത്തിലേക്ക്, ജോലി സംബന്ധമായി, പഠന സംബന്ധമായി, അടുത്ത ഒരു പൊസിഷനിലേക്ക്, സഹോദരൻ, ആരാധന സംബന്ധമായി, ആരാധിക്കത്തിലെന്ന് പറയുന്ന തലമുറയെ, പ്രാർത്ഥിക്കത്തിലെന്ന് പറയുന്ന തലമുറയെ, പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരിക്കാത്ത തലമുറയെ, പാടാൻ മനസ്സില്ലാത്ത തലമുറയെ അതിൽ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദൈവം സ്തോത്രം അത് നിങ്ങൾക്ക് നിവർത്തിച്ച് തന്നിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. ഇന്ന് നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്കിളിനോട്, ആന്റിയോട് നന്ദി അറിയിക്കുന്നു.
സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കാരണമായ പ്രിയ റാണി സിസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. സ്തോത്രം. കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. Thank you, Pastor. God bless you.